വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അഗൈൻ ഒരു മീഷോ ഹോളാണ്. ഇന്നത്തെ മീഷോ ഫൈൻസിൽ കുറച്ച് ക്ലോത്ത്സ് ആണ് കാണിക്കാൻ പോകുന്നത്. കുറച്ച് നാളിന് ശേഷമാണ് അങ്ങനെ ക്ലോത്ത്സ് ഒക്കെ വാങ്ങിയിട്ട് ഹോൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് പ്രോഡക്റ്റ് കാണിച്ചിട്ടുള്ള ഒരു കുട്ടി മീഷോ ഹോളാണ്. പക്ഷേ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള അഫോർഡബിൾ പ്രൈസിലുള്ള എന്തായാലും പ്രൈസിന് വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാം. ആൻഡ് ഓൾസോ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ യൂസ് എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ പറയാട്ടോ കമൻറ്റിലൂടെ. സോ നമുക്ക് ഓരോ പ്രോഡക്റ്റ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇതൊരു ട്യൂണിക്കാണ്. ഒരു ഇന്ത്യൻ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു ട്യൂണിക്കാണ്. പക്ക കോട്ടൺ മെറ്റീരിയൽ ആണ്. ഞാനിത് റയോൺ ആണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്, പക്ഷെ ഇത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ളതാണ്. ഒരു ബ്ലൂ കളറിൽ ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത്. നെക്ക് വന്നിട്ട് ഇങ്ങനത്തെ കോളേർഡ് ടൈപ്പാണ്. എന്താ ഈ കോളറിന് എന്തായിരുന്നു പറയുക, മറന്നു. അങ്ങനത്തെ ടൈപ്പാണ്. ആൻഡ് സ്ലീവ് വന്നിട്ട് ഇവിടെ താഴെ എലാസ്റ്റിക് പോകുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സ്ലീവാണ് വന്നിട്ടുള്ളത്. നെക്കിലും സ്ലീവിൻ്റെ എൻഡിലൊക്കെ ആയിട്ട് ഈ ഒരു പ്രിൻറ്റും കൂടെ പോകുന്നുണ്ട്. ഇവിടെ കുറച്ച് ചെറുതായിട്ടൊരു ഓപ്പൺ ഉണ്ട്. ദെൻ വേസ്റ്റിൻ്റെ അവിടെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എബോവ് നീ ലെങ്ത് ആണ് ലെങ്ത് വരുന്നത്. തൈസിൻ്റെ കാട്ടിയും താഴെയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 400 സംതിങ് ആണ് എന്നാണ് തോന്നുന്നത്. 400 റേഞ്ചിലാണ് എന്തായാലും. അപ്പോൾ ഇത് അടിപൊളി ക്വാളിറ്റിയാണ്. ആ ഒരു പ്രൈസിന് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പ്യുവർ കോട്ടൺ മെറ്റീരിയലുള്ള ഒരു കുർത്തിയാണ്. കുർത്തി ഒരു ട്യൂണിക്കാണ്. കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റാണ്. സമ്മർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് ചൂടെടുക്കുന്നതൊക്കെ കുറയും. മീഷോയിൽ മിക്ക പ്രൊഡക്റ്റും ഇങ്ങനത്തെ കാണുന്നത് റയോൺ ആണ് മെറ്റീരിയൽ മെൻഷൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് കോട്ടൺ ആണ് കേട്ടോ. മെറ്റീരിയൽ മെൻഷൻ ചെയ്തത് ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനത്തെ ഇന്ത്യൻ പാറ്റേണിലുള്ള ഔട്ട്ഫിറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഇങ്ങനത്തെ കാഷ്വൽ വെയർസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഓഫീസ് വെയർ ആയിട്ടും കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ അടിപൊളി പ്രൊഡക്റ്റാണ്. റീസണബിൾ പ്രൈസാണ് 400 എന്ന് പറയുന്നത്. പിന്നെ ഇത് കളർ ഫെയ്ഡ്, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഫെയ്ഡ് ആവുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ കൂടുതൽ ഡിറ്റർജൻ്റ് ഒന്നും യൂസ് ചെയ്യാതെ വാഷ് ചെയ്യുക, ഹാൻഡ് വാഷ് ചെയ്യുക. മൈൽഡായിട്ട് വാഷ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് ഫസ്റ്റ് വാഷ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇനി നെക്സ്റ്റ് വന്നിട്ടൊരു ഷർട്ടാണ് കേട്ടോ. ഇതൊരു ഡെനിം ഷർട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിന് ജസ്റ്റ് 300 സംതിങ് പ്രൈസ് വരുന്നുള്ളൂ. അപ്പം ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് പക്ഷേ ആക്ച്വൽ ഡെനിം അല്ല. ഇതൊരു പോളിസ്റ്റർ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ്. അതിലിങ്ങനെ ഡെനിമിൻ്റെ ഒരു ഷെയ്ഡ് വന്നു എന്നുള്ളൂ കേട്ടോ. ഈ ഒരു ഡാർക്ക് കളറിലാണ് വന്നിട്ടുള്ളത്. ഇതിന് അധികം റിവ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. ജസ്റ്റ് 1-2 റിവ്യൂസ് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചു വാങ്ങിച്ചു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നേരത്തെ കാണിച്ച ട്യൂണിക്ക് വന്നിട്ട് സൈസ് മീഡിയം ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ആക്ച്വൽ സൈസ് എടുത്താൽ മതി. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ XL ആണ് എടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ മീഷോന്ന് പൊതുവേ എനിക്ക് വെസ്റ്റേൺ വെയർസ് വാങ്ങിക്കുന്നത് അത്ര താല്പര്യമില്ല. കാരണം ഷർട്ടൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഫിറ്റ് ആയിരിക്കും. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് ബോക്സി ഫിറ്റൊക്കെ ആണ് ഷർട്ടിൽ ഇഷ്ടം, കുറച്ച് ഓവർ സൈസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഓവർ സൈസ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ XL വാങ്ങിച്ചതാണ്. ചിലപ്പം അങ്ങനത്തെ ഷേപ്പഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ വാങ്ങിച്ചത്. ഇത് നോക്കുമ്പോൾ ഓവർ സൈസ് എടുത്തതുകൊണ്ട് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ലൂസ് ഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബട്ടൻ്റെ ഇത് പോകുന്നുണ്ട്. അതെനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ബട്ടൺ ഇട്ട് കൊടുക്കാം. എനിക്ക് ആ ഒരു ലുക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. ദെൻ ഇവിടെ ത്രൂ ഔട്ട് വൈറ്റ് ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് കളർ ഫെയ്ഡ് ആവുമോ എന്നറിയില്ല. എന്തായാലും ഡെനിമിൻ്റെ ഒരു ലുക്ക് ഉണ്ട് എന്നുള്ളൂ. പക്ഷേ ഡെനിം അല്ല കേട്ടോ സംഭവം. ആൻഡ് ഡബിൾ പോക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറേ കാറ്റലോഗ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. നല്ല പ്രോഡക്റ്റാണ്. ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. സ്റ്റിച്ചിങ് ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ ഡെനിം മെറ്റീരിയൽ ആണെന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കേണ്ട. അപ്പോൾ നമ്മുടെ തേർഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഇതൊരു ഷർട്ട് ഡ്രസ്സാണ്. ഒരു മാക്സി ഡ്രസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ താഴെ വരെ ബട്ടൺസ് പോകുന്നൊരു ഷർട്ട് ഡ്രസ്സാണ്. ബട്ടൺസ് എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാം. ലൈക്ക് നമുക്കൊരു ഷ്രഗായിട്ട് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഇങ്ങനെ ലൈൻസ് പോകുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് മെറ്റീരിയൽ വന്നിട്ട്
പോളികോട്ടൺ അങ്ങനെ എന്തോ ആണ് മെറ്റീരിയൽ വന്നിട്ട്. പക്ക പോളിസ്റ്ററോ അങ്ങനത്തെ മെറ്റീരിയൽ അല്ല, പക്ഷെ നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ആൻഡ് ഇവിടെ കോളർ വരുന്നുണ്ട്. സ്ലീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ലീവാണ് വരുന്നത്, ഒരു പഫ് സ്ലീവാണ് വരുന്നത്. ഇവിടെ അങ്ങനെ ബാൻഡഡ് ആയിട്ടുള്ള അങ്ങനത്തെ സ്ലീവാണ്. 400 സംതിങ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. എന്താ പ്രൈസിന് വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ള പാൻറ്റും ഷർട്ടും ഡിഫറെൻറ്റ് ടൈപ്പ് ഷർട്ട്സും ഒക്കെ മീഷോയിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഒരു മെറ്റീരിയൽ ആണ്, കംഫർട്ട് ആയിട്ടുള്ള. ഇതിനൊരു ബെൽറ്റും ഉണ്ട്. ബെൽറ്റ് ഇപ്പോൾ കയ്യിലില്ലല്ലോ, ബെൽറ്റ് ഇടാം ഇവിടെ. ഇത് സൈസ് വന്നിട്ട് ഇത് XL ആണ് സൈസ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ആക്ച്വൽ സൈസോ അല്ലെങ്കിൽ 1 സൈസ് അപ്പ് എടുത്താൽ മതി. ഇത് XL ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സൈസ് ഉണ്ട്. എനിക്ക് സ്മോളാണ് ആക്ച്വലി സൈസ്. അപ്പോൾ ഇത് XL ആയതുകൊണ്ട് കുറച്ച് നല്ല വലുതാണ്. നല്ല ലെങ്ത് ഒക്കെ ഉള്ള അടിപൊളി പ്രോഡക്റ്റ് ആണ് നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ്. സോ ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.